നമുക്ക് പരിചയമുണ്ടാവും. ഇൻഫോസിസ് സ്ഥാപകനായ നാരായണ മൂർത്തിയുടെ പത്നി എന്ന നിലയിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ഭാര്യ മാതാവ് എന്ന നിലയിലും പ്രശസ്തയാണെങ്കിലും കുട്ടികൾക്കായിട്ട് കഥകൾ വിവരിക്കുന്ന പുസ്തകങ്ങളുടെ രചയിതാവ് എന്ന നിലയിലും ഇപ്പോൾ രാജ്യസഭ അംഗം എന്ന നിലയിലും അവർ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീ കൂടിയാണ്. ഇക്കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയ്ക്കിടെ അവർ ആദ്യമായിട്ട് അമേരിക്കയിൽ പോയപ്പോഴത്തെ അനുഭവം വിവരിക്കുകയുണ്ടായി. ഇന്ന് ഈ വീഡിയോയിൽ അവരുടെ പ്രഭാഷണത്തിന്റെ മലയാളം പരിഭാഷയാണ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് നേരിട്ട് അവരുടെ പ്രഭാഷണത്തിലേക്ക് കടക്കാം. Know a little bit about that. Do you have snakes on the road? I said no, only in the field. Is your father Maharaj? ബോസ്റ്റണിൽ ഞാൻ വിമാനം ഇറങ്ങിയപ്പോൾ വിസയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ക്യൂവിലെ അവസാനത്തെ വ്യക്തിയായിരുന്നു. അവർ അവരുടെ ജോലി അവസാനിപ്പിക്കുവാൻ തുടങ്ങിയിരുന്നു. എന്റെ ഊഴം വന്നപ്പോൾ അവർ ക്ഷീണിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നി. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഇവയായിരുന്നു. ഒന്നാമത്തേത്, ഈ രാജ്യത്തേക്ക് നിങ്ങൾ എന്തിനു വന്നു? എപ്പോൾ മടങ്ങിപ്പോകുന്നു? നിങ്ങളുടെ ഭർത്താവിന്റെ ശമ്പളം എത്ര? ഈ രാജ്യത്ത് എത്ര കാലം തങ്ങാൻ ഉദ്ദേശിക്കുന്നു? നിങ്ങളുടെ കൈവശം എത്ര ഡോളറുണ്ട്? റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ? ഇത് 28 വയസ്സുള്ള ഒരു യുവതിക്ക് ആദ്യമായിട്ട് വിദേശയാത്ര ചെയ്യുമ്പോൾ വളരെ ദുഷ്കരമായിട്ടുള്ള അനുഭവമായിരുന്നു. ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. അവർ എന്റെ റിട്ടേൺ ടിക്കറ്റ് പരിശോധിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞു, എനിക്ക് 6 മാസത്തെ വിസ വേണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 3 മാസത്തെ വിസ മാത്രമേ ലഭിക്കൂ. അദ്ദേഹം സ്റ്റാമ്പ് വെച്ചു. യാതൊരു വിശദീകരണവും നൽകിയില്ല. എന്തുകൊണ്ട് 3 മാസം മാത്രം തരുന്നു എന്ന് ചോദിക്കാൻ ഞാനും ധൈര്യപ്പെട്ടില്ല. പിന്നീട് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം എന്നെ തല മുതൽ പാദം വരെ നോക്കി പറഞ്ഞു, മാഡം, നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? ഇത്ര വലിയ തുണി? ഞാൻ പറഞ്ഞു, ഇത് സാരി എന്നാണ് വിളിക്കുന്നത് സർ. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ്? ഇന്ത്യയിൽ നിന്ന്. ഞാൻ മറുപടി നൽകി. ഓ, ഇന്ത്യയെക്കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്, അല്പം അറിയാം. നിങ്ങളുടെ റോഡുകളിൽ ഇപ്പോഴും പാമ്പുകളുണ്ടോ? ഇല്ല, വയലുകളിൽ മാത്രം. നിങ്ങളുടെ പിതാവ് മഹാരാജാവാണോ? ഇല്ല, ഡോക്ടറാണ്. നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? ഇന്ത്യയിൽ നിരവധി ഭാഷകളുണ്ട്, പക്ഷേ ഇംഗ്ലീഷും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ഈ വികസിത രാജ്യത്തേക്ക് എന്തിനാണ് നിങ്ങൾ വന്നത്? ഞാൻ പറഞ്ഞു, എന്റെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവിടെ എല്ലാവരും മാന്ത്രികരാണോ? ഇല്ല സാർ, വളരെ കുറച്ച് മാത്രം. മറ്റുള്ളവരെ പോലെ ഞങ്ങൾ അവരുടെ ഷോകൾ കാണാൻ പോകുന്നു. അദ്ദേഹം എന്നെ വേറൊരു ഗ്രഹത്തിൽ നിന്നുള്ളവളെ പോലെ നോക്കി. പരിശോധിച്ച ശേഷം പോയിക്കൊള്ളുവാനും പറഞ്ഞു. ബാഗ് നന്നായിട്ട് പരിശോധിച്ചു, പക്ഷെ എനിക്ക് കൊണ്ടുവരാൻ ഒന്നുമില്ലായിരുന്നു. കാരണം അന്ന് ഞാൻ പണം കൊണ്ട് സമ്പന്നയല്ലായിരുന്നു. പാസ്പോർട്ട് കയ്യിൽ പിടിച്ച് പുറത്തിറങ്ങിയപ്പോൾ വളരെ ദുഃഖം തോന്നി. 5000 വർഷം പഴക്കമുള്ള ചരിത്രമുള്ള ഇന്ത്യ, മഹത്തരമായ നാഗരികതയും സംസ്കാരവും ലോകത്തിന് പൂജ്യമെന്ന അക്കം നൽകിയ മഹത്തായ രാജ്യം, ഇതെല്ലാം നമുക്കുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഞാൻ സംസ്കാരമോ പണമോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് വന്നവളെ പോലെ ആയിരുന്നു. പിന്നീട് എന്റെ ഭർത്താവ് മൂർത്തിയെ കണ്ടുമുട്ടി. ഇത് വെറും വ്യക്തിപരമായ കഥ മാത്രമല്ല, ഇന്നും എനിക്ക് ജീവിതത്തിൽ പ്രോത്സാഹനം നൽകുന്ന കഥയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ആളുകൾ നമ്മളോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, ചരിത്രം അറിയുന്നവർക്ക് മാത്രമേ ചരിത്രത്തെ വിലമതിക്കുവാൻ കഴിയൂ. സാധാരണ മനുഷ്യൻ നിന്റെ പ്രകടനത്തെ വിലമതിക്കും. നീ നന്നായിട്ട് പ്രവർത്തിച്ചാൽ ലോകം നിന്നെ പ്രശംസിക്കും. പ്രവർത്തനം മോശമാണെങ്കിൽ, മഹത്തായ ചരിത്രമുണ്ടെങ്കിലും ആളുകൾ നിന്നെ അവഗണിക്കും. നമ്മൾ യുവാക്കളാണ്. അക്കാലത്ത് ഞങ്ങൾ ഇരുവരും യുവാക്കളായിരുന്നു. നമ്മുടെ ജീവിതകാലത്ത് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും തിരിച്ചു നൽകാം. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക, നന്നായിട്ട് പ്രകടിപ്പിക്കുക, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനപ്പുറം സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള നമുക്ക് ജനങ്ങൾക്ക് നൽകാൻ കൂടുതലൊന്നും ചെയ്യാനില്ല. പക്ഷെ സാധ്യമായ എല്ലാ വിധത്തിലും നമ്മുടെ രാജ്യത്തെ മെച്ചപ്പെടുത്തുവാൻ 100% നമുക്ക് നൽകണം. വർഷങ്ങൾ പലതും കഴിഞ്ഞു. അടുത്ത കാലത്ത് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അമേരിക്കയിലേക്ക് പോയി. ഇത്തവണയും ക്യൂബിലെ അവസാനത്തെ ആളായിരുന്നു. ക്യൂബയിൽ നിന്നോ ദക്ഷിണ അമേരിക്കയിൽ നിന്നുമാണ് അവിടേക്ക് എത്തുന്നത്. വിമാനത്തിൽ സാരി ധരിച്ച് ഏക വനിത ഞാനായിരുന്നു. കസ്റ്റംസ് ഓഫീസിലേക്ക് ചെന്നു. വീണ്ടും അതേ പഴയ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. ആ വിമാനത്തിൽ വന്നിറങ്ങിയവരിൽ അവസാന വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം എന്നെ നോക്കി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? അമേരിക്കയിൽ ഏതാനും പ്രഭാഷണങ്ങൾ നടത്താനാണ്. നിങ്ങൾ ആരാണ്? ഞാനൊരു എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമാണ്. എന്നാൽ ഇത്തവണ അദ്ദേഹം അധികം ചോദ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്റ്റാമ്പ് വെച്ചു. 3 മാസത്തേക്ക് സ്റ്റാമ്പ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സർ 3 മാസം വേണ്ട, ഞാൻ ഒരാഴ്ച മാത്രമേ ഇവിടെയുള്ളൂ. എന്തുകൊണ്ട് 3 മാസത്തേക്ക് വിസ തരുന്നു?
അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു, ഓ പ്രശ്നമില്ല, നിങ്ങളുടേത് മഹത്തരമായ ഒരു രാജ്യമാണ്, അമേരിക്കയിലേക്ക് സ്വാഗതം, ഇവിടുത്തെ കൂടുതൽ സ്ഥലങ്ങൾ കാണൂ. ഞാനൊരല്പം അത്ഭുതപ്പെട്ടു. അവസാനിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് നിന്നാണ്? സൗത്ത് ഇന്ത്യ, കർണാടക, ബാംഗ്ലൂർ. ഓ വിശദീകരിക്കേണ്ട, ബാംഗ്ലൂർ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന പ്രശസ്തമാണ്. നിങ്ങളുടെ രാജ്യത്ത് നിന്ന് സോഫ്റ്റ്വെയർ മേഖലയിൽ വളരെ മിടുക്കരായിട്ടുള്ള നിരവധി ആളുകളെ എനിക്കറിയാം. അവർ ഇന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നു. അതിനാൽ ബാംഗ്ലൂരിനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് കസ്റ്റംസിലേക്ക് പോയി. അവിടെ പരിശോധന ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ ഓഫീസർ പറഞ്ഞു, ഓ മാഡം, നിങ്ങളുടെ ഒന്നും പരിശോധിക്കേണ്ടതില്ല, പോകാം. അവസാനത്തെ ആളായ എന്റെയും പരിശോധന കഴിഞ്ഞതോടെ അദ്ദേഹം ജോലി അവസാനിപ്പിച്ച് ഞങ്ങളോടൊപ്പം പുറത്തേക്ക് നടന്നു. മാഡം, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? ചോദിക്കൂ. ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യ വളരെയധികം മാറിയിരിക്കുന്നു. ഇന്ത്യ വ്യത്യസ്തമായിരിക്കുന്നു. നിങ്ങൾ ഇന്ത്യക്കാർ വളരെ സംരംഭകത്വ മനസ്സുള്ളവരാണ്. ഇന്ത്യയിൽ ധാരാളം യൂണിക്കോണുകൾ ഉണ്ടായി. അവർ ബിസിനസ്സിനായിട്ട് അവിടെ വരുന്നു. ഞാൻ അതെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ത്യക്കാർ വളരെ കഠിനാധ്വാനികളാണ്. ഇത്ര കഠിനാധ്വാനികളായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഞായറാഴ്ച അമേരിക്കയിലെ എല്ലാ കടകളും അടച്ചിരിക്കും. പക്ഷേ ഇന്ത്യൻ ഗ്രോസറി കടകൾ എപ്പോഴും തുറന്നിരിക്കും. നിങ്ങൾ കഠിനാധ്വാനികളാണ്. മൂന്നാമതായി, നിങ്ങൾ പരസ്പരം ധാരാളം സഹായിക്കുന്നു. നാലാമതായി, ലഘുവായി പറഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണം മികച്ചതാണ്. അമേരിക്കയിൽ എവിടെ പോയാലും ഇന്ത്യൻ റെസ്റ്റോറന്റും പട്ടേൽ മൊട്ടലുമുണ്ട്. അതിനപ്പുറം നിങ്ങൾ നിയമങ്ങൾ പാലിക്കുന്ന ജനങ്ങളാണ്, നല്ലവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യ എന്താണെന്ന് അറിയാം. അദ്ദേഹം തുടർന്നു, ഇന്ത്യയുടെ ഡയസ്പോറയെ കുറിച്ച് എനിക്കറിയാം. ഞാൻ ദീപാവലി, ഹോളി, ഗുജറാത്തി നവരാത്രി തുടങ്ങിയവയിൽ പങ്കെടുക്കാറുണ്ട്. നിങ്ങളുടെ ജനങ്ങൾ വളരെ വിശാല ഹൃദയരാണ്. എല്ലാവരെയും അവർ സ്വന്തം എന്ന് വിളിക്കുന്നു. ഇന്ത്യ നമ്മൾ അറിയാത്ത ഒരു വ്യത്യസ്തതയാണ്. എന്റെ സുഹൃത്തുക്കളിൽ പലരും ഡെന്റൽ ചികിത്സയ്ക്കായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അമേരിക്കയിൽ അത് സമയമെടുക്കുന്നതും ചെലവേറിയതുമാണ്. ഇന്ത്യയിൽ വളരെ വിലക്കുറവാണ്. പാസ്പോർട്ട് കയ്യിൽ പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞ 10-15 വർഷങ്ങളായി ഇന്ത്യയിൽ മഹത്തരമാക്കിയത് എന്താണ്? അതെ, ഒരു വ്യക്തി തന്നെയാണ്. ഇത് പക്ഷാപാതമില്ലാതെ, മുൻവിധികളില്ലാത്ത എന്റെ അനുഭവമാണ്. ഇന്ത്യയെ മഹത്തരമാക്കിയത് സ്ഥിരതയുള്ള സർക്കാർ, സ്ഥിരമായ ധനകാര്യ നിലപാടുകൾ, ധീരമായ ബജറ്റ്, മഹത്തരമായ നേതാവ്, ഇന്ത്യൻ വേരുകളിൽ അഭിമാനിക്കുന്ന, ഇന്ത്യയുടെ സംസ്കാരത്തെ ബഹുമാനിക്കുന്ന, ഭയമില്ലാത്ത, ഇന്ത്യക്കാർക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന നേതാവ്, ഇവയാണ്. എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്, നല്ല നേതൃത്വം, നിയമത്തെ ബഹുമാനിക്കുന്ന ജനങ്ങൾ, നമുക്ക് എന്തും നേടാം. തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ട്രാപ്പുകളുണ്ട്. റോം ഒരു ദിവസം കൊണ്ട് പണി തീർത്തല്ല, സമയമെടുക്കും. പക്ഷെ രാജ്യത്തിന്റെ നന്മയ്ക്കായി നല്ല മൂല്യവ്യവസ്ഥയിലും നല്ല ബജറ്റിലും നാം എപ്പോഴും വിശ്വാസം വെക്കണം. ഇതെന്റെ പക്ഷാപാതരഹിതമായ അഭിപ്രായമാണ്. ഞാൻ നോമിനേറ്റഡ് ആയ ആളാണ്. എനിക്ക് സത്യം മാത്രമേ പറയാവൂ. വളരെ നന്ദി സർ. സുധാമൂർത്തി ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോലും മാറി വരുന്ന അഭിപ്രായങ്ങൾ സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പങ്കുവെക്കുകയായിരുന്നു. അവർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും വളരെ ശോഭനമായ ഒരു ഭാവി തന്നെയാണ് ഈ രാജ്യത്തിന് എന്ന ഓരോ പ്രതീക്ഷ ഭാരതീയനെയും സന്തോഷവാനാക്കുന്നതാണ്.